ഞാൻ ഈ ശബരിമല കേസിലേക്ക് വന്നു. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസൊക്കെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അതിനെക്കുറിച്ചൊരു കമൻറ്റ് വരെ ചെയ്തു. അപ്പോൾ ഈ ശബരിമല കൊള്ളയിലെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് നീതികേടായിപ്പോയി എന്ന് BJP ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ശ്രീകോവിൽ അടയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്യാൻ ഇവർ മനഃപൂർവ്വം തീരുമാനിച്ചതാണ്. ശരിക്കും അന്ന് ശ്രീകോവിൽ അടച്ചത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് PS ശ്രീധരൻപിള്ള അതിൻ്റെ പിന്നാലെ ഒരു പ്രസ്താവനയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ആൾക്കാർ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ആ നടപടിയോട് ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളതിൽ താങ്കളുടെ ഒരു നിലപാടെന്താ? അത് ആവശ്യമായിരുന്നു. ഇന്നലെയാണ് കൊല്ലം കോടതിയുടെ 90 പേജുള്ള വിധിന്യായം പുറത്തു വന്നു. ഞാൻ വിധിന്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിധിന്യായം പരിശോധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്ന് ബോധ്യപ്പെടും. അനാവശ്യമാണ്. കാരണം താങ്കൾ ആ വിധിന്യായത്തിൽ ഊന്നി നിന്നാണ് പറയുന്നത് സ്വാഭാവിക നീതി എന്നുള്ളതല്ലേ? അതെ, വിധിന്യായത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അത് കോടതി തന്നെ പറയുന്നുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമില്ല. തന്ത്രിക്ക് 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിലല്ല ജാമ്യം കൊടുത്തത്. നേരിട്ട് ജാമ്യം കൊടുക്കുക. തീർച്ചയായിട്ടും 90 ദിവസം ആയില്ലല്ലോ. ആയില്ല, നേരിട്ട് ജാമ്യം കൊടുക്കുക. 40 ദിവസം എന്തിനാണ് ശബരിമല തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം ഈ കേസുമായി അദ്ദേഹം ഒരു ഘട്ടത്തിലും ബന്ധപ്പെടുന്ന ഒരാളല്ല. കാരണം എന്താണ്? ഭരണപരമായ കാര്യങ്ങളിലൊന്നും തന്ത്രിക്ക് അധികാരമില്ല. തന്ത്രിക്ക് ദൈവികമായ കാര്യങ്ങൾ മാത്രമാണ് അധികാരമുള്ളത്. അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ താന്ത്രികമായ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് അവിടെ അധികാരമുള്ളത്. ആ വിധിന്യായത്തിൻ്റെ മുഴുവൻ ഞാൻ വായിച്ചില്ല, പകുതിയോളം ഞാൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അനാവശ്യമായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തത്. അല്ല, ഇങ്ങനെ ഇപ്പോൾ തന്ത്രിയെ പോലെ ഒരാളെ പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ദൈവതുല്യൻ എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഈ തന്ത്രിയെ അല്ലെങ്കിൽ എന്ത് കാരണത്താൽ അറസ്റ്റ് ചെയ്യണം? കാരണം ഒരുപക്ഷെ അത് പുലിവാലാവുമല്ലോ. താങ്കൾ ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ആളാണ്, ചാടിക്കറി അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലും കാര്യം കോടതി പറഞ്ഞു, ഇത് വിജിലൻസ് കോടതി പറഞ്ഞു തെളിവിൻ്റെ കണിക പോലും ഇതിലില്ല എന്ന വിധിന്യായത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു തെളിവുമില്ലാതെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അങ്ങനെ ഒരു അറസ്റ്റിന് തയ്യാറാവും. പ്രത്യേകിച്ച് SIT ഒക്കെ കോടതി നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് വിധിന്യായം. അല്ല, താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു തെളിവില്ലാത്ത സാഹചര്യമായിരിക്കും? അല്ല, ആരെങ്കിലും ശ്രമിച്ചിട്ട് അറസ്റ്റ് ചെയ്യിച്ചതാണ്? അല്ല, ശ്രീനാഥ, കോടതി പറയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്ന് കോടതി പറയുകയാണ്. കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. വലിയ ഗുരുതരമായ തെറ്റാണ്. ഇപ്പം ഒരു തന്ത്രിനെ പോകട്ടെ, ഒരു വ്യക്തിയെ പോലും ഒരു തെളിവുമില്ലാതെ ചുമ്മാ രാവിലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താകും? തന്ത്രി വേണ്ട, വേറൊരാളെ ഒരു വ്യക്തിയെ, ഒരു പൗരനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു അധികാരവും പോലീസിനില്ല. ഞാൻ ആ 90 പേജുള്ള വിധിന്യായം മുഴുവൻ വായിച്ചിട്ടില്ല. വായിച്ചു കഴിഞ്ഞ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് പാടില്ലായിരുന്നു എന്നൊരു നിലപാട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കുമല്ലോ. ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉയർത്തുന്ന വാദഗതി തന്നെ ദുർബലമാകാനും സാധ്യതയില്ലേ? അതല്ല, തന്ത്രിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. തന്ത്രി എന്തിനാ അറസ്റ്റ് ചെയ്തു, തന്ത്രിക്ക് എന്ത് കാര്യം ഇതിനകത്ത് എന്നുള്ളത് കോടതിയുടെ വിധി വ്യക്തമാണ്. കോടതി പറയുന്നത് എന്താ? അനാവശ്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കാരണങ്ങളില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ അറസ്റ്റ് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 90 പേജുള്ള വിധിന്യായം പഠിച്ചതിന് ശേഷം നാളെ ഞാൻ പത്രസമ്മേളനം നടത്തി വിശദീകരിക്കുന്നു. താങ്കളൊരു വ്യവസായി പരിചയപ്പെടുത്തി SITക്ക്, വ്യവസായി പോയി മൊഴി കൊടുത്തു. അതിനുശേഷമാണ് ഈ അന്തർദേശീയ വിഗ്രഹ കള്ളക്കടത്തുകാർ വരെ ഇതിലുണ്ട് എന്ന രീതിയിലൊരു സംഭവം വന്നു. പിന്നീട് അതെന്തായി? പിന്നെ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു. അല്ല, എന്റെ റോൾ അവിടെ അവസാനിച്ചു. കാരണം എനിക്ക് വിശ്വാസത്തിലാണോ താങ്കൾ ഈ വ്യവസായി പരിചയപ്പെടുത്തിയത്? ഈ വ്യവസായി എനിക്ക് അറിയാവുന്ന ആളാണ്, പല കാര്യങ്ങളും അദ്ദേഹം എന്നോട്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു ഇന്റഗ്രിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്റഗ്രിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പം ഇത് SITയുടെ മുമ്പിൽ പോയി പറയാൻ തീരുമാനിച്ചത്. എന്നെ പോലുള്ള വ്യക്തിയുടെ മുമ്പിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്തപ്പം ഉത്തരവാദിത്തത്തോടു കൂടി അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നി അത് ആ വിവരങ്ങൾ ഞാൻ കൈമാറാൻ ബാധ്യതയുള്ള ഒരാളാണ്, ഒരു പൗരൻ എന്നതിൽ ഞാനത് കൈമാറി. അതെ, പിന്നെ ബാക്കി ചെയ്യേണ്ടത് SIT ആണ്. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എനിക്ക് പിന്നെ അത് അന്വേഷിക്കാൻ. താങ്കൾ ഈ വ്യവസായി അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നെ ഈ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ
100 കോടി രൂപയുടെ വിറ്റുവരവുള്ള അന്താരാഷ്ട്ര മാഫിയ സംഘം, വിഗ്രഹ മാഫിയ ഇതിനകത്തുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് കഥകളും കെട്ടുകഥകളും ഒക്കെ ആയിട്ട് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഏത് സോഴ്സിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു? കാര്യം താങ്കളാണ് ഈ പൻഡോറാസ് ബോക്സ് തുറന്നത്. ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്ന് മാത്രമല്ല, അത് ഗൗരവപൂർവമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ്, SIT യോട് ആവശ്യപ്പെട്ട കാര്യമാണ്. SIT-യുടെ അന്വേഷണത്തിൽ താങ്കൾക്ക് വിശ്വാസമുണ്ട്? SIT സാധാരണഗതിയിൽ SIT-യുടെ അന്വേഷണത്തെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ തന്ത്രയുടെ കാര്യം വന്നപ്പോഴാണ് എനിക്കിപ്പോഴൊരു സംശയം വന്നിരിക്കുന്നത്. അതുവരെയുള്ള കാര്യങ്ങളിൽ യാതൊരു വ്യത്യസ്തമായ അഭിപ്രായം എനിക്കില്ലായിരുന്നു. മാത്രമല്ല, ഈ വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ അവർ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോടതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയൂ. പിന്നെ ഞാനതിൻ്റെ പിന്നാലെ പോകാഞ്ഞത് അതെൻ്റെ ഉത്തരവാദിത്വം അല്ലാത്തത് കൊണ്ടാണ്. അല്ല, ഈ വ്യവസായിയെക്കുറിച്ച് താങ്കൾക്ക് അല്പം കൂടി വെളിപ്പെടുത്തി നടത്തുക. കാര്യം അദ്ദേഹം ഇനി മൊഴിയെ കൊടുത്തു, ഇപ്പോൾ ഒരു രഹസ്യമല്ല, അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. മീൻസ് വെല്ലുവിളികളോ മാഫിയ സംഘത്തിൻ്റെ ഭീഷണിയോ അങ്ങനെയൊന്നും ഉള്ളതായി തോന്നുന്നില്ല. അപ്പോൾ ഈ കാരണം ഈ വ്യവസായി ഇപ്പോഴും ഒരു ദുരൂഹ കഥാപാത്രമാണ്. ഒരുപക്ഷെ ചാരക്കേസിൽ കോട്ടുവാല എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു കഥാപാത്രമായിട്ട് അത് മണ്ണടിയാതിരിക്കാൻ ഈ വ്യവസായി ഒരു സൂചന ഇതാരാണ് എന്നുള്ളത് അത് പറയരുതെന്ന് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് എന്നോട് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാനത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അദ്ദേഹത്തിനൊരു വാക്ക് ഞാൻ കൊടുത്ത് ഞാനിത് വെളിപ്പെടുത്തത്തില്ല എന്ന്. അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇനി ആത്മകഥയോ എഴുതുന്ന കാലത്ത് നമുക്ക് അതൊക്കെ എത്ര കാലം കഴിഞ്ഞാണോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.